പ്രിയമുള്ളവരെ, ധനഹാകാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. നമുക്കറിയാം, ധനഹാകാലം ഈശോയുടെ പ്രത്യക്ഷീകരണം, ഈശോയുടെ വെളിപാടിനെക്കുറിച്ച് ധ്യാനിക്കുന്ന കാലഘട്ടമാണ്. ഈശോയുടെ പരസ്യ ശുശ്രൂഷയെക്കുറിച്ച്, ഈശോയുടെ ശക്തമായ വചനങ്ങൾ, അവിടുത്തെ വിസ്മരണീയമായ അത്ഭുത പ്രവർത്തികൾ, ഇതെല്ലാം വഴി ഈശോ സ്വയം ലോകത്തിന് വെളിപ്പെടുത്തുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഈശോയുടെ വ്യക്തിത്വവും ദൗത്യവും, ഈശോയുടെ ശിഷ്യരുടെ വ്യക്തിത്വവും ദൗത്യവും ഒക്കെ ധ്യാന വിഷയം ആക്കേണ്ട ഒരു ദിവസമാണ് ഈ ധനഹാകാലം മൂന്നാം ഞായറാഴ്ച. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ ഈശോയുടെ പരസ്യ ശുശ്രൂഷയിൽ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, സാപത്തിൽ രോഗശാന്തി നൽകുന്നു, ഈശോ പാപങ്ങൾ മോചിക്കുന്നു. അങ്ങനെ കർത്താവ് സ്വയം വെളിപ്പെടുത്തുകയാണ്. വിമോചകനായ കർത്താവ് സ്വയം വെളിപ്പെടുത്തുമ്പോൾ അന്നത്തെ മത നേതൃത്വം, ചുങ്കക്കാരും പാപികളുമൊക്കെ ഉള്ളവരെ കർത്താവ് സ്വീകരിക്കുന്നതിനെല്ലാം എതിർക്കുന്ന, പ്രത്യേകിച്ച് ഫരിസേയർ, പ്രമാണിമാരൊക്കെ കർത്താവിനെ എതിർക്കുക, ഒരു റിജക്ഷൻ. അങ്ങനെ കർത്താവിനെ എതിർക്കുന്ന കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചതിന് ശേഷം ഒരു സുവിശേഷത്തിൻ്റെ ഒരു സമ്മറി, ഒരു രത്നച്ചുരുക്കം പോലെ 2-ാം ഘട്ടം വിവരിക്കുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ. കർത്താവ് ഈ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം നിവൃത്തി നേടി അവിടുന്ന് ഒരു വിജന പ്രദേശത്തേക്ക് പിൻവലിയുന്നത് മുതൽ ഉള്ള കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കുന്നത്. ഇതിനകം തന്നെ കർത്താവിൻ്റെ ആ ധനഹ, കർത്താവ് രക്ഷകരായ ഒരു ആൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. ഈശോ ശിഷ്യന്മാരുടെ കൂടെ കടൽ തീരത്തേക്ക് പിൻവലിയുകയാണ്. ഗലീലയിൽ നിന്ന് വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഈശോയെ വിശ്വസിക്കുന്ന 1-2 പേരല്ല, വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. പ്രത്യേകിച്ച് യൂദ, ജെറുസലം, യിദുമേയ എന്നിവിടങ്ങളിൽ നിന്നും, യോർദാൻ്റെ മറുകരയിൽ നിന്നും, ഡെക്കാപ്പോളിസ് ദശഗ്രാമങ്ങളിൽ നിന്നും, ടയർ സീദോൻ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവിടെ വന്നു എന്നാണ്. അപ്പോൾ ഈശോയുടെ പ്രശസ്തി വളരെയേറെ ദൂരെ വ്യാപിച്ചു. അതായത് യൂദ എന്ന് പറയുമ്പോൾ ഗലീലിയായുടെ തെക്ക് ഭാഗത്തുള്ള ആ ഭാഗം, 100 കിലോമീറ്റർ താഴെയുള്ള ഭാഗമാണ്. അതേസമയം ടയർ സീഡോൺ എന്ന് പറയുമ്പോൾ 250-300 മൈൽ ദൂരെയുള്ള ഇന്നത്തെ ലെബനോൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ജെറുസലേം, യിദുമേയ, അതും വളരെ ദൂര പ്രദേശങ്ങളാണ്. ഇവിടെ നിന്നെല്ലാം ആളുകൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഈശോയുടെ പ്രശസ്തി എത്രമാത്രം വ്യാപിച്ചുവെന്ന് അവതരിപ്പിക്കുകയാണ്. അതേസമയം തന്നെ ബൈബിൾ പണ്ഡിതനായ വില്യം മാക്സൻസ് പറയുന്നത്, അദ്ദേഹം ഒരു ജർമ്മൻ ബൈബിൾ പണ്ഡിതനാണ്, അദ്ദേഹം പറയുന്നത് ഈ സ്ഥലങ്ങളിലെല്ലാം ആദിമ ക്രൈസ്തവ സമൂഹങ്ങളുണ്ടായിരുന്നു. അവരുടെ ആ ക്രൈസ്തവ സമൂഹങ്ങളുടെ സ്ഥാപകൻ ഒരു ശിഷ്യനല്ല, ഈശോ തന്നെയാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആദിമ ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോയെ അന്വേഷിച്ച് അവിടെ നിന്നെല്ലാം ആളുകൾ വന്നു, അവരുടെ പ്രവർത്തനം കേട്ട് വന്നു എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അതോടൊപ്പം തന്നെ ഈശോയുടെ പ്രശസ്തി എല്ലായിടത്തും വ്യാപിച്ചു എന്നാണ്. കർത്താവിനെക്കുറിച്ച് അറിഞ്ഞു കേട്ട് ജനസഞ്ചയങ്ങൾ ഓടിക്കൂടുക മാത്രമല്ല, ആൾ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങുന്ന അവസ്ഥ വന്നു. അതാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വള്ളം തയ്യാറാക്കുവാൻ അതിൽ കയറി അവിടുന്ന് കടൽത്തീരത്തേക്ക് പോവുകയാണ്. അപ്പോൾ കര മുഴുവൻ നിറഞ്ഞ ആളുകൾ നിൽക്കുകയാണ്. എന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കുവാൻ തിരക്കിക്കൊണ്ടിരുന്നു. രോഗമുള്ളവർ, ശാരീരിക രോഗമുള്ളവർ, മാനസികമായ അല്ലെങ്കിൽ ആത്മീയമായ പ്രശ്നങ്ങളുള്ളവർ എല്ലാം കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു, അവനെ തൊടാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈശോ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്നു. ഫാഷിനാൻസ് എന്ന് പറയും. ദൈവത്തിൻ്റെ വലിയ പ്രത്യേകത, ദൈവം അട്രാക്റ്റ് ചെയ്യുന്നവനാണ്, ദൈവം ആകർഷിക്കുന്നവനാണ്. അതോടൊപ്പം തന്നെ ട്രെമൻഡും ഭയപ്പെടുത്തുന്നവനുമാണ്. അതാണ് പിശാചുക്കൾ വീണ് ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുകയാണ്. അപ്പോൾ ഒരേ സമയം ആകർഷിക്കുകയും അതേസമയം ഭയപ്പെടുത്തുകയും ചെയ്യുന്നവൻ, ഭയജനകനുമായ ദൈവം, ആ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ആ വലിയ മഹത്വം വെളിപ്പെടുകയാണ്. എല്ലാവരെയും ആകർഷിക്കുന്നവനായ അവിടുന്ന്, തിന്മയുടെ ശക്തികൾ അവിടുത്തെ കണ്ട് ഭയന്നോടുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഈശോയുടെ ഒരു ധനഹായാണ്. ഈശോ സൗഖ്യം നൽകുന്നതിനായി അവിടുന്ന് ഉദിച്ചുയർന്നിരിക്കുന്നു. എല്ലാവരും അടുത്ത ചുറ്റും ഓടി വരുന്നു. അങ്ങനെ കർത്താവിൻ്റെ ആ വലിയ ഉദയം
കർത്താവിനെ എല്ലാവരും സ്വീകരിക്കുന്നത്, ആഘോഷിക്കുന്നതായിട്ടാണ് മർക്കോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഫരിസേയരും പ്രമാണികളും ഉപേക്ഷിക്കുമെങ്കിലും ജനസഞ്ചയങ്ങൾ, അനേകായിരങ്ങൾ കർത്താവിനെ സ്വീകരിക്കുന്നു. ദൂരദേശത്തു നിന്നും ആളുകൾ കർത്താവിനെ സ്വീകരിക്കുന്നു. ഈശോയുടെ സുവിശേഷം തിരസ്കരിക്കുന്നവർ, കർത്താവിൻ്റെ സുവിശേഷത്തിനെതിരെ നിൽക്കുന്നവരൊക്കെ കാണും. പക്ഷേ കർത്താവിൻ്റെ സുവിശേഷം ഇതിനെല്ലാം അതിജീവിച്ച് എല്ലായിടത്തും എത്തിക്കുന്നു. പ്രത്യേകിച്ച് യഹൂദ മണ്ഡലങ്ങൾക്ക് അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുകൂടി, പ്രത്യേകിച്ച് വിജാതീയ ദേശങ്ങളിൽ നിന്നുകൂടി ആളുകൾ വരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ഈശോ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി വന്നവനാണ്. മനുഷ്യരുടെ രക്ഷകനാണ് ഈശോ. ആർക്കൊക്കെ രോഗവും വേദനയും അസ്വസ്ഥതയും ഉണ്ടോ അവരെയെല്ലാം സുഖപ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് വന്നിരിക്കുന്നു. അതാണ് ഈ കടൽ തീരത്തെ അത്ഭുതങ്ങൾ സൂചിപ്പിക്കുന്നത്. തുടർന്നാണ് സ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലെ 3-ാം അധ്യായം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു എന്നാണ്. ഈശോ മലമുകളിലേക്ക് കയറുന്നു. മലയിലെ പ്രസംഗം നമുക്കറിയാം. ശിഷ്യന്മാർ അടുത്ത് വന്നു എന്ന് നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈ മലമുകളിലേക്ക് കയറുന്നത് ദൈവ സാമീപ്യത്തിൻ്റെ അടയാളമാണ്. പ്രാർത്ഥനയുടെ ആ നിമ്നോന്നത തലങ്ങളിൽ നിന്നും കടൽ തീരത്തു നിന്നും മലമുകളിലേക്ക് അവിടെ നിന്ന് കയറുകയാണ്. അവിടെ കർത്താവ് പ്രാർത്ഥനാനിരതനായിരുന്നു എന്ന് മറ്റു സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. കർത്താവ് എന്ത് ചെയ്തു? തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിളി, അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ആരുടെയും യോഗ്യതയല്ല, ഈശോയുടെ ഇഷ്ടം. ദൈവത്തിന് എല്ലാവരെയും ഇഷ്ടമാണ്, ഈശോയ്ക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷേ തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി അവിടുന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണ്. മലമുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം മോശയുടെ നേതൃത്വത്തിൽ മോശയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്ന ദൈവകൽപ്പന ലഭിക്കുന്നതൊക്കെ മലമുകളിലാണ്. പുതിയ മോശയായ ഈശോ മിശിഹ തൻ്റെ പുതിയ 12 ഗോത്രങ്ങൾ, പഴയ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്ക് പകരം പുതിയ ഒരു ഇസ്രായേലിനെ, തൻ്റെ ദൈവജനത്തെ, തൻ്റെ സഭയെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുക്കിലേക്ക് വിളിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷയുടെ പ്രത്യേകത ശിഷ്യത്വത്തിൻ്റെ ഒരു ദൈവശാസ്ത്ര അടിസ്ഥാനം കൂടി വിവരിച്ചുകൊണ്ടാണ്. എന്തിനാണ് ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നത്? അപ്പോൾ ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്ന ഒന്നാമതായി തന്നോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി അവിടുന്ന് വിളിക്കുന്നതാണ്. തന്നോടുകൂടി ആയിരിക്കുക. അവരിപ്പം വിളിച്ചപ്പോൾ അവരെല്ലാം അവൻ്റെ സമീപത്തേക്ക് വന്നു, അടുത്ത് വന്നു. അപ്പോൾ തന്നോടുകൂടി ആയിരിക്കുക. 14-ാം വാക്യം. പ്രസംഗിക്കുവാൻ അയക്കുക. 3 പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ, അതാണ് ഈ 12 പേര് ശ്ലൈഹിക സംഘം, അപ്പസ്റ്റോലിക് കോളേജ്, ശ്ലൈഹിക സംഘം, ഇവരെ സ്ലീഹന്മാരെന്ന് വിളിച്ചുവെന്ന് ചില ബൈബിൾ പ്രതികൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കർത്താവ് എന്താണ് ചെയ്യുന്നത്? ഈ ജനസഞ്ചയങ്ങളും 10,000ങ്ങളും വരുമ്പോഴും അവരുടെ ഇടയിൽ നിന്നും 12 പേരെ, പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങളുടെ സൂചനയായി പുതിയ ഇസ്രായേൽ, തൻ്റെ തിരുസഭയുടെ അടിസ്ഥാനം ശ്ലൈഹികമായ സഭയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശിഷ്യത്വത്തെക്കുറിച്ച് തന്നെ ഒരു വലിയ ഉൾക്കാഴ്ച അവിടെ നൽകുകയാണ്. ആരാണ് ഈശോയുടെ ശിഷ്യൻ? ഈശോയ്ക്ക് ഇഷ്ടമുള്ളവർ. ഈശോ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും ശിഷ്യരാകാൻ സാധിക്കുകയില്ല. ഈശോയ്ക്ക് ഇഷ്ടമുള്ളവർ മാത്രമല്ല, ഈശോയോട് കൂടി ആയിരിക്കും, തന്നോടുകൂടി ആയിരിക്കുക. ഒരു ശിഷ്യൻ്റെ യഥാർത്ഥ ദൗത്യം, യഥാർത്ഥ ശുശ്രൂഷ ദൈവത്വം ഈശോയോടുകൂടി ആയിരിക്കുക എന്നുള്ള, ഗുരുവിനോടുകൂടി ആയിരിക്കുക. അപ്പോൾ അങ്ങനെ ഗുരുവിനോടുകൂടി ആയിരിക്കുന്ന അവസ്ഥ യോഹന്നാൻ്റെ സുവിശേഷം 13:25 നമ്മൾ വായിക്കുന്നുണ്ട്. ശിഷ്യനായ യോഹന്നാൻ ഈശോയുടെ മാറിൽ ചാരിക്കിടന്നു എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ ഊഷ്മളമായ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞവനാണ് കർത്താവിൻ്റെ ശിഷ്യൻ. അതേസമയം ഒരു ശിഷ്യൻ പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 18 അധ്യായത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം തീ കായാൻ പോയി. അപ്പോൾ ഈശോയുടെ ആ സ്നേഹവലയത്തിൽ നിന്ന് അപ്പുറത്തുള്ള മറ്റ് ചില ഊഷ്മളതകൾ തേടി പോയി. ഫലം എന്താണ്? ആ ശിഷ്യത്വം ഈശോയെ തിരസ്കരിക്കുന്ന ഒരു ശിഷ്യത്വമായി മാറി. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയുടെ സമീപത്ത് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ശിഷ്യൻ്റെ ജീവിതം. അപ്പോൾ ഈശോയോട് കൂടി ആയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. തന്നോട് കൂടി ആയിരിക്കുക. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ, ഞങ്ങളുടെ കരങ്ങൾ വഴി അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് നമ്മളുടെ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കാർമികൻ്റെ പ്രാർത്ഥനയിൽ ആ ദൈവകൃപയോട് കൂടെ നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഈശോയോട് കൂടി ആയിരിക്കണം. ഒരു ശിഷ്യൻ എപ്പോഴും ചാർജ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു ഫോൺ ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ഈശോയോട് കൂടി ആയിരിക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ അവൻ ഉണങ്ങി വരേണ്ട അവസ്ഥയാവും, ഈശോയെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നോടുകൂടി ആയിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
മാത്രമല്ല ഈശോയോടെ ആയിരിക്കുന്നതിന് അതിനപ്പുറത്തേക്ക് ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ 6:56, എന്നെ സ്വീകരിക്കുന്നവൻ അവൻ എന്നിൽ വസിക്കും, ഞാൻ അവനിലും വസിക്കും. ആദ്യം സംഭവിക്കുന്നത് അവൻ എന്നിൽ വസിക്കും. അങ്ങനെ ഈശോയോട് കൂടി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയിൽ ആയിരിക്കുക എന്ന് തന്നെയാണ്. ഈശോയോട് കൂടി ആയിരിക്കുക, അങ്ങനെ കർത്താവിനോട് കൂടി ചേർന്നിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർ 2:20 പറയുന്നുണ്ട്, ഇനി മുതൽ ഞാനല്ല, ക്രിസ്തു മിശിഹ എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ഈശോയോട് കൂടിയുള്ള ജീവൻ, അതാണ് ഒരു ശിഷ്യൻ എന്ന് പറയുന്നത്. ശിഷ്യത്വം അതാണ്. അത് നഷ്ടപ്പെട്ടാൽ അവൻ്റെ ജീവിതം ഫലശൂന്യമായി മാറുകയാണ്. അങ്ങനെ ഈശോയോട് കൂടി ആയിരിക്കുമ്പോഴാണ് പ്രസംഗിക്കുവാൻ പ്രസംഗിക്കുവാനുള്ള ഉള്ളക്കം ലഭിക്കുന്നത്, അതിനുള്ള അധികാരം ലഭിക്കുന്നത് ഈശോയിൽ നിന്നാണ്. അപ്പോൾ വചനത്തോടു കൂടി ഇരിക്കുമ്പോൾ മാത്രമാണ് വചനം പ്രസംഗിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ ഈശോയോട് കൂടി ആയിരിക്കുന്നു, പ്രസംഗിക്കുവാൻ അയക്കുക. സത്യവചനം, സത്യപ്രബോധനത്തിൽ നിന്ന് അകന്നു പോകുന്ന തിന്മയുടെ പലതരത്തിലുള്ള നിരീശ്വരത്വത്തിൻ്റെ, മതത്വത്തിൻ്റെ, ലൗകികതയുടെ, സ്വാർത്ഥതയുടെ, സുഖഭോഗങ്ങളുടെ ഒക്കെ ആശയങ്ങൾ പ്രചരിക്കുമ്പോൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും സൗഭാഗ്യവും നിത്യജീവനും ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് പ്രഘോഷിക്കണം. മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾക്ക് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന സന്ദേശം നൽകണം. അത് പ്രതിരോധിക്കുവാൻ, അതിനെ എതിർക്കുവാൻ ആർക്കും അവകാശമില്ല. ഈശോയുടെ ഒരു മാൻഡേറ്റാണ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഡൊമിനിക്കൽ മാൻഡേറ്റ് എന്ന് പറയും, കർത്താവിൻ്റെ കൽപ്പനയാണ്. ആ ലോകത്തിൽ ഒരു ശക്തിക്കും എതിർക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രസംഗിക്കുവാൻ അയക്കുക. മൂന്നാമതായി പിശാചുക്കളെ ബഹിഷ്കരിക്കുക. തിന്മയുടെ ശക്തികൾ എപ്പോഴും ലോകത്തിലുണ്ട്. തിന്മയുടെ ശക്തികൾ പലതരത്തിലെ യുദ്ധങ്ങളിലേക്ക്, വഴക്കുകളിലേക്ക്, വിദ്വേഷത്തിലേക്ക്, ജഡികതയിലേക്ക് ഒക്കെ മനുഷ്യനെ വലിച്ചിഴയ്ക്കുന്ന, അവനെ പലതരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളിൽ അവനെ തളർത്തിയിടുന്ന, ലഹരികളുടെയും ആസക്തികളുടെയും ഒക്കെ അതിലൊക്കെ തളർത്തിയിടുന്ന ശക്തികൾ, അതിൽ നിന്നെല്ലാം അവനെ വിമോചിപ്പിക്കണം. അങ്ങനെ വിമോചിപ്പിക്കുവാൻ വേണ്ടി അധികാരം കർത്താവ് നൽകുകയാണ്. അപ്പോൾ ഈശോ ഈ 12 ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് തൻ്റെ അധികാരം പങ്കുവെച്ച് കൊടുക്കുകയാണ്. തുടർന്ന് വായിക്കുന്നത് അവരുടെ പേരാണ്. ഈ 12 പേര്, അത് എല്ലാ സുവിശേഷത്തിലും കാണുന്ന ഒന്നാമത്തെ പേര് നമുക്കറിയാം, പത്രോസ്, ശിമയോൻ കേപ്പ. ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ ബനേറഗസ്, അതായത് യോഹന്നാനും യാക്കോബും യോഹന്നാനും. തുടർന്ന് എന്ന പേര് നൽകി യാക്കോബും സഹോദരൻ യോഹന്നാനും. അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നഥാനിയേൽ, മത്തായി, തോമ, ഏറ്റവും അവസാനം ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. അങ്ങനെ 12 ശിഷ്യന്മാരെ ഈശോ തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുത്തുകൊണ്ട് ഈശോ എന്താണ് ചെയ്യുന്നത്? തൻ്റെ പുതിയ സമൂഹത്തിന് ഒരു അടിസ്ഥാനമിടുകയാണ്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ ഈശോയുടെ ദനഹ, ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ചില ദൗത്യങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. ആ ഈശോയുടെ അതേ ദൗത്യം തൻ്റെ ശിഷ്യന്മാർക്ക് അവിടെ നിന്ന് പങ്കുവയ്ക്കുകയാണ്. സുവിശേഷ ദൗത്യം പങ്കുവയ്ക്കുകയാണ്. തിന്മയുടെ ശക്തികളെ ഉച്ചാടനം ചെയ്യുവാനുള്ള അനുഗ്രഹം കൊടുക്കുകയാണ്. അങ്ങനെ വിമോചകനായ ഈശോ വിമോചനത്തിൻ്റെ ഒരു സംഘത്തെ തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. ആ സഭയാണ് ശ്ലൈഹിക സഭ. പഴയ നിയമത്തിൽ അത് ദൈവം തിരഞ്ഞെടുത്ത ആ ജനത്തിലൂടെയാണ് വിമോചനം നടന്നത്. ഇന്നത്തെ വായനകളിലെല്ലാം അതാണ് വ്യക്തമാക്കുന്നത്. മോശയ്ക്ക് ശേഷം മോശ ജോഷുവയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ശക്തനും ധീരനുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, ദുഷ്ടശക്തികളെ ഓർത്ത് പരിഭ്രമിക്കേണ്ട, ദൈവമായ കർത്താവ് കൂടെ വരും, നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ചെയ്യുകയില്ല. മോശ ജോഷയെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ ചൊല്ലി പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. 2 പ്രാവശ്യം ആവർത്തിക്കുകയാണ്. അങ്ങനെ ആ വാഗ്ദാന ദേശം നേടുവാൻ വേണ്ടി നീ ഇവരെ നയിക്കണം, കർത്താവ് നിൻ്റെ മുമ്പിൽ പോകും. അപ്പോൾ ഈശോയോട് കൂടി ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ ദൈവം അവരോട് കൂടെയുള്ള ജനമാണ്. അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട, ഭഗ്നാശരാകേണ്ട, ദൈവം പരിത്യജിക്കുകയില്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. അങ്ങനെ ശക്തി നൽകിക്കൊണ്ട് അവരെ പറഞ്ഞയക്കുകയാണ് നമ്മൾ കാണുന്നത്. നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ. ഇന്നത്തെ 2ാമത്തെ വായനയിലും യേശയ്യാ പ്രവാചകൻ്റെ പ്രഘോഷണം വിമോചനം ആസന്നമാണ് എന്നുള്ള പ്രവചന ഭാഗമാണ്. നമ്മൾ യേശയ്യാ 41:8 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഇസ്രായേലിനെ വിളിക്കുന്ന എത്ര വലിയ സ്നേഹത്തോടു കൂടിയാണ്, പല അവദാനങ്ങളാണ് വിളിക്കുന്നത്. എൻ്റെ ദാസനായ ഇസ്രായേലെ, തിരഞ്ഞെടുത്ത യാക്കോബെ, എൻ്റെ സ്നേഹിത, അബ്രാഹത്തിൻ്റെ സന്തതി,
നീ എൻ്റെ ദാസൻ, നിന്നെ തിരഞ്ഞെടുത്ത 4-5 പദപ്രയോഗങ്ങളിലൂടെ ആ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ വലിയ സ്നേഹം, അതായത് അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ മോചിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാൻ നിന്നോട് കൂടി ഉണ്ട്, ഞാൻ നിൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട. വീണ്ടും വീണ്ടും 3-4 പ്രാവശ്യം ആവർത്തിക്കുന്ന വാക്കാണ് ഭയപ്പെടേണ്ട. ഇന്നത്തെ ലോകം പലതരത്തിലുള്ള ഭയത്താൽ ഗ്രസിക്കപ്പെട്ട ലോകമാണ്. ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഭയം, ഇങ്ങനെയുള്ള ഭയം നിറഞ്ഞ ലോകത്തിൽ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞതുപോലെ അടിമത്തിൽ നിന്ന് തിരിച്ച് കൊണ്ടുപോകുവാൻ ദൈവത്തിന് സാധിക്കും. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, നിൻ്റെ രക്ഷകൻ, നിന്നെ പുതിയതും മൂർച്ചയേറിയും പല്ലുകളുമുള്ള ഒരു ചക്രങ്ങളോട് കൂടിയ മെതിവണ്ടിയാക്കും. വലിയ ബുൾഡോസർ പോലെയുള്ള ആ കാര്യമാണ് ഈ പറയുന്നത്. നിൻ്റെ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരാക്കും, നീ അവയെ പാറ്റുകയും കാറ്റതിനെ ചിതറിപ്പിച്ച് കളയുകയും ചെയ്യും, കൊടുങ്കാറ്റതിനെ ചിതറിക്കും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ നീ അഭിമാനം കൊള്ളും. അപ്പം നിന്നെ വലിയ ശക്തിയുള്ള ഒരു ഉപകരണമാക്കി മാറ്റും. എല്ലാ പ്രതിബന്ധങ്ങളെയും ഭേദിക്കുവാൻ കഴിവുള്ള വലിയ ശക്തിയുള്ള ഒരാളായി നിന്നെ മാറ്റും. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ്. ശിഷ്യന്മാർക്കും കർത്താവ് കൊടുക്കുന്ന ഈ വാഗ്ദാനം ഇതാണ്. ശിഷ്യത്വം അടങ്ങിയിരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ നൽകുന്ന ദൈവീക ശക്തിയാണ്. ഓരോ വിശ്വാസിയും ഈ ശിഷ്യത്വത്തിൽ വളരണം. ശിഷ്യത്വം ദീർഘകാലം നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഈ ശിഷ്യത്വത്തിലായിരിക്കുക, കർത്താവിനോടുകൂടി ആയിരിക്കുന്നത് എപ്പോഴാണ് കർത്താവിനോടാകാൻ സാധിക്കുന്നത്? അവിടുത്തെ വചനങ്ങൾ വ്യക്തിപരമായി വായിക്കുക, സഭയിൽ അവിടുത്തെ വചനങ്ങൾ ശ്രവിക്കുക. വചനങ്ങൾ നിൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികൾ പ്രകാശമായിരിക്കട്ടെ എന്ന് പറയുള്ളൂ. അവിടുത്തെ വിശുദ്ധ കൂദാശകളിൽ ജീവിക്കുക. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയോടുകൂടി ആവുകയാണ്. അതുപോലെ തന്നെ തിന്മയുടെ ശക്തികളിൽ നിന്നുള്ള മോചനമാണ് അനുരഞ്ജന കൂദാശ, രോഗീ ലേപനമൊക്കെ ആ ദൈവിക ശക്തിയാൽ നമ്മൾ നിറയുകയാണ്. സൗഖ്യം നൽകുന്ന കൂദാശകളാണ്. ദൗത്യ നിർവഹണത്തിനുള്ള കൂദാശകളാണല്ലോ പൗരോഹിത്യം, അതുപോലെ തന്നെ വിവാഹമെന്ന കൂദാശയും. അങ്ങനെ കർത്താവിനോടുകൂടി ആയിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വലിയ ശക്തിയാണ് വിശുദ്ധ കൂദാശകൾ. അപ്പം ദൈവവചനവും വിശുദ്ധ കൂദാശകൾ, നിരന്തരമുള്ള ദൈവസ്തുതികൾ, യാമപ്രാർത്ഥനകൾ, മണവാട്ടിയായ സഭ മണവാളനോട് സംസാരിക്കുന്നതാണ് യാമപ്രാർത്ഥനകൾ. അപ്പോൾ ഈശോയോടുള്ള സ്നേഹത്തിൽ നമ്മൾ നിലനിർത്തുന്ന വലിയ സഭയുടെ പ്രാർത്ഥനയാണ് യാമപ്രാർത്ഥനകൾ. മറ്റ് ഭക്തകൃത്യങ്ങളൊക്കെ അതിനോട് ചേർന്ന് അനുസൃതമായിട്ട് പോകേണ്ടതാണ് കാലത്തിൻ്റെ ചൈതന്യമനുസരിച്ച്. അങ്ങനെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ സഭ ഒരുക്കുന്ന അവസരം നഷ്ടപ്പെടുത്താതെ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം. പരിധി വിട്ട് കർത്താവിൻ്റെ പരിധിക്ക് പുറത്ത് പോകുമ്പോൾ, ആകർഷണ വലയത്തിന് പുറത്ത് പോകുമ്പോൾ തീർച്ചയായും പത്രോസിൻ്റെ അവസ്ഥയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ യുദാസിൻ്റെ അവസ്ഥ ഉണ്ടാകും. പത്രോസ് അനുദപിച്ച് തിരിച്ചു വരാൻ അവസരമുണ്ടായി. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുക ഒരു വലിയ ദൗത്യമാണ്, വലിയൊരു വെല്ലുവിളിയാണ്. അതാണ് ശിഷ്യത്വം എന്ന് പറയുന്നു. പൗലോസ് ഇന്നത്തെ ലേഖനത്തിൽ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൽ 4 മുതലുള്ള വാക്യങ്ങളിൽ, എനിക്ക് ലാഭമായിരുന്നതെല്ലാം നിശകായ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി. കാരണം ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ, 8-ാം വാക്യം, സർവ്വവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു, അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുന്നു, ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. എന്തിനു വേണ്ടിയാണ്? 9-ാം വാക്യം, ഇത് മിശിഹായെ നേടേണ്ടതിന് അവനോട് കൂടി ഒന്നായി കാണപ്പെടേണ്ടതിനും അത്രേ. അങ്ങനെ ഈശോയെ നേടുക, ഈശോയെ സ്വന്തമാക്കുക, അതിനുവേണ്ടിയാണ് ജീവിക്കുക. അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പരമോന്നത ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് ഞാൻ കുതിക്കുകയാണ്, പക്ഷെ ഞാൻ അവിടെ എത്തിയെന്ന് പറയുന്നില്ല. അതുകൊണ്ട് എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നോട്ട് കുതിക്കുന്നു. ഈശോ മിശിഹായിലൂടെയുള്ള ഉന്നതത്തിനുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന 14-ാം വാക്യം. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നൊരു ശിഷ്യത്വം, ഈശോയോട് ചേർന്ന് നിൽക്കുന്നൊരു ശിഷ്യത്വം, അതാണ് ഈ ദനഹാകാലത്ത് നമുക്ക് ഉണ്ടാകേണ്ടത്. ഈശോയോട് കൂടെ യാത്ര ചെയ്ത് ഈശോയെ നഷ്ടപ്പെട്ട യോസേപ്പിതാവും മാതാവും തിരിച്ച് എന്ന് ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തിയതുപോലെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും ഈശോയെ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടോ, ആകർഷണവരത്തിന് പുറത്തു പോയ അവസ്ഥയുണ്ടോ എങ്കിൽ കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ, കർത്താവിൻ്റെ മഹത്വം അന്വേഷിക്കുവാൻ, അങ്ങനെ ഈശോയിൽ വ്യാപരിക്കുവാൻ, ഈശോയുടെ ശക്തിയും ചൈതന്യവും സ്വീകരിക്കുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച നമുക്ക് ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.